ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 601. ലാവണ്യയും അലക്സും. തൻ്റെ ഹോട്ടൽ റൂമിനുള്ളിൽ ലാവണ്യയെ കാണാൻ പോകുന്നതിനുള്ള ആ ഒരു മുന്നൊരുക്കത്തിലാണ് അലക്സ്. അങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സ്യൂട്ടുകളൊക്കെ ഇട്ട് ടൈയൊക്കെ ശരിയാക്കി ഷർട്ടൊക്കെ ഒന്ന് ഒതുക്കി ജെല്ലൊക്കെ തേച്ചിട്ട് മുടിയൊക്കെ നല്ലവണ്ണം ഒതുക്കി ക്ലീൻ ഷേവ് ചെയ്ത മുഖമൊക്കെ ഒന്ന് നല്ലോണം മിനുക്കി അങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താണ് അലക്സ്. ലാവണ്യെ കാണാൻ വേണ്ടിയിട്ടാണ് അലക്സ് പോകുന്നത്. കയ്യിലാണെങ്കിലോ വില കൂടിയൊരു വാച്ചും കെട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണാടിയിൽ പ്രതിരൂപം നോക്കിയിട്ട് അവൻ ഓരോ കാര്യങ്ങളിങ്ങനെ വിലയിരുത്തുകയാണ്. അങ്ങനെ അലക്സിൻ്റെ ഈ ഒരു ഒരുക്കങ്ങളും മറ്റും ആ റൂമിലിരുന്നു കൊണ്ട് തന്നെ വിനോദ് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ലാവണ്യെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ലാവണ്യെ മാത്രമല്ല, ചിലപ്പോൾ സഞ്ജയും അവർ കാണേണ്ടി വരും. നല്ലൊരു കോടീശ്വരൻ കാശുകാരനായിട്ടാണ് അലക്സിനെ സിദ്ധാർത്ഥായാലും വിനോദായാലും സഞ്ജയുടെയും ലാവണ്യയും മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടാണ് അലക്സ് ഒരു ഡ്രാമയിൽ അഭിനയിക്കേണ്ടതാണ്. എന്നിട്ട് അലക്സ് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഈ ലുക്ക് കണ്ട ലാവണ്യ ഇംപ്രസ് ആവുമോ? ബെഡിലിരുന്നു കൊണ്ട് തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിനോദിനെ നോക്കി അലക്സ് ചോദിക്കുകയാണ്. കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ നീ ആളാകെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ട നിന്നെ ഒരു കോടീശ്വരാണെന്നേ പറയുള്ളൂ. മുഖമൊക്കെ ഒന്ന് മിനുക്കിയപ്പോൾ കാണാനും ചെറുപ്പമായിട്ടുണ്ട്. വിനോദ് എഴുന്നേറ്റിരുന്ന് അലക്സിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവനെ അടിമുടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് വേഷമായിട്ട് ചെല്ലുന്നത്. എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. വിനോദിനെ നോക്കിക്കൊണ്ടു തന്നെ അലക്സ് പറഞ്ഞു. നിന്നെ കൊണ്ട് ഏതായാലും ഇതൊക്കെ പറ്റും അലക്സ്, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്നിട്ട് വിനോദ് അലക്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആൾമാറാട്ടം നടത്തിയിട്ട് അഭിനയിക്കേണ്ടി വന്നു. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു കുറ്റബോധം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു പരിഭ്രമം ഇല്ലാതില്ല. കാരണം ഇത്രയും ദിവസം അവളുടെ പിന്നാലെ നടന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് അവൾ ഒരു പഠിച്ച കള്ളിയാണെന്നുള്ളത് മനസ്സിലായത്. അത്ര പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ചൂടും നല്ലതുപോലെ തന്നെ മുന്നോട്ട് വെക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വെക്കണം. ലാവണ്യ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണ്. എല്ലാ കുറ്റബുദ്ധിയും അവളുടെ തലയിലേ ഉള്ളൂ. പിന്നെ കുറച്ച് സൗന്ദര്യമുള്ളതിൻ്റെ അഹങ്കാരമൊക്കെ അവൾക്കുണ്ട്. എല്ലാ ആണുങ്ങളെയും വിരൽ തുമ്പിലിട്ട് കറക്കാൻ കഴിയുമെന്ന ആ ഒരു കോൺഫിഡൻസാണ് അവൾക്ക്. അവളോട് ഇടപഴകുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ലാവണ്യോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നീ എപ്പോഴും അലേർട്ടഡ് ആയിരിക്കണം. അവൾക്ക് സംശയമുണ്ടാവുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. ലാവണ്യെക്കുറിച്ച് നിനക്ക് നല്ലവണ്ണം അറിയാത്തത് കൊണ്ടാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവളോട് നീ നോക്കിയും കണ്ടും മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. അതെ, എനിക്കറിയാം നീ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന്. എന്നാലും ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. വിനോദ് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അലക്സുമായിട്ട് സംസാരിച്ചു. ഒരുക്കങ്ങളൊക്കെ പെർഫെക്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങിയാലോ? അവസാനമായിട്ട് കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കിയതിനു ശേഷം അലക്സ് വിനോദിനോടായിട്ട് ചോദിച്ചു. ദാ ഇതുകൂടി വെച്ച എല്ലാം കഴിഞ്ഞു. കോടീശ്വരന്മാരൊക്കെ റോയൽ സർവീസുള്ള ഒരു സ്പ്രേ ആണ്. ഇത് എവിടെയെങ്കിലും വാങ്ങാൻ തന്നെ കിട്ടത്തില്ല. ഈ ഒരു സ്പ്രേ സിദ്ധാർത്ഥിനെ ആരോ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ സിദ്ധാർത്ഥ നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വിനോദ് ആ ഒരു സ്പ്രേ കുപ്പി കൊടുത്തു. അമ്മേ, നല്ല മണമുണ്ടല്ലോ, അലക്സ് മൂക്ക് വിടർത്തിക്കൊണ്ട് പറഞ്ഞു. ശരിയാണ്, ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സ്മെല്ല് എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. മൂക്ക് വിടർത്തി ശ്വാസം ഇറക്കി പിടിച്ചുകൊണ്ട് വിനോദ് പറഞ്ഞു. ലാവണ്യ ഇതിലൊക്കെ ഇംപ്രസ് ആയാൽ മതിയായിരുന്നു, അലക്സ് പറഞ്ഞു. അവൻ പറഞ്ഞത് വിനോദിന് വ്യക്തമായി കേട്ടിരുന്നു. ലാവണ്യ എന്തായാലും നിന്റെ മുന്നിൽ മുഖം കുത്തി വീഴും മോനെ. അവൾ ഓരോ ആളുകളോടും ഇടപഴകുന്നത് തന്നെ അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും ഷൂസിൻ്റെയൊക്കെ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളുടെയൊക്കെ ബ്രാൻഡ് നോക്കിയിട്ടാണ്. നിന്നെ നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ തന്നെ നീ ഒരു കോടീശ്വരനാണെന്ന് അവൾ വിചാരിച്ചോളും. ലാവണ്യെ കയ്യിൽ കിട്ടിയ അവളുടെ എല്ലാ കാര്യങ്ങളും നീ ചോർത്തിയെടുക്കണം. വിനോദ് അലക്സിൻ്റെ കാതിലൊന്ന് മന്ത്രിച്ചു. അവളെ ഒന്ന് വളഞ്ഞു കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. അത് പറയുമ്പോൾ അലക്സിൻ്റെ മുഖത്ത് വളരെയധികം ആത്മവിശ്വാസമുണ്ടായിരുന്നു. രണ്ടുപേരും ലാവണ്യെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. സിറ്റിയിലെ ഏറ്റവും മുന്തിയ 5 സ്റ്റാർ ഹോട്ടലായ മാസ്ക് ജമാറ ലക്ഷ്യമാക്കി അവരുടെ കാറ് നടന്നു. വിനോദാണ് കാറ് ഡ്രൈവ് ചെയ്തത്. അരമണിക്കൂർ നേരത്തെ തന്നെ യാത്രക്കൊടുവിലാണ് അവർ രണ്ടുപേരും ആ ഒരു ഹോട്ടൽ മുന്നിൽ എത്തിച്ചേരുന്നത്. ഇന്നലെ ഞാൻ ലാവണ്യെ പിന്തുടരുന്ന സമയത്ത് അവൾ ആരോടോ ഫോണിൽ നിന്നിങ്ങനെ ഇവിടെ വരൂ എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഹോട്ടൽ ലോബിയിലേക്ക് നോക്കിയിട്ട് അലക്സിനോടായിട്ട് വിനോദ് പറഞ്ഞു. ഇപ്പോൾ സമയം 6 ആയില്ലേ? അവനെ കാണാൻ വന്നവനെ കണ്ടിട്ട് പോവാൻ സമയമായോ? ശരിയാണ്, ഞാൻ ഏതായാലും അകത്തേക്ക് പോയി നോക്കട്ടെ. ഉലഞ്ഞു പോയ മുടിയിഴകൾ സൈഡിലേക്കൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ടാണ് അലക്സ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്.
ബെസ്റ്റ് ഓഫ് ലക്ക് അലക്സ്. ഞാൻ ഇവിടെ ഈ ഒരു പാർക്കിങ്ങിൽ തന്നെ ഉണ്ടാവും. ലാവണ്യയുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിയുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ കാർ കൊണ്ട് വരാം. വിനോദ് അലക്സിനെ നോക്കി തള്ളുവിരൽ കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഹോട്ടലിൻ്റെ മുന്നിലുണ്ടായിരുന്ന സെക്യൂരിറ്റി അലക്സിനെ ഒന്ന് നോക്കി. അവൻ്റെ വസ്ത്രധാരണവും രീതിയൊക്കെ കണ്ട സമയത്ത് കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ് എന്ന് അയാൾ വിചാരിച്ചു. എന്നിട്ട് വിഷ് ചെയ്ത് അകത്തേക്ക് ഒരു ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അയാൾക്ക് നന്ദി പറഞ്ഞ് അലക്സ് നേരെ നടന്നു. അലക്സ് കണ്ണിൽ നിന്നും മറന്നതോടുകൂടി തന്നെ വിനീത് കാറെടുത്ത് പാർക്കിങ്ങിലേക്ക് പോയി. ആ ഒരു സ്പ്രേയുടെ സ്മെല്ല് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അലക്സിനെ നോക്കുന്നുണ്ടായിരുന്നു. അലക്സിൻ്റെ കണ്ണുകൾ ലാവണ്യയെ തേടിയാണ്. പക്ഷേ ലോബിയിലൊന്നും തന്നെ അവളെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്നും ലാവണ്യയെ കാത്തുകൊണ്ട് തന്നെ അലക്സ് പിന്നെ പോയത് ബാറിലേക്കാണ്. അവിടെ ഒരു മേശയുടെ അറ്റത്ത് ലാവണ്യ ഇരിക്കുന്നത് അലക്സ് കണ്ടു. അവിടെ നിന്ന് ഒരു പുരുഷൻ എഴുന്നേറ്റ് പുറത്തു പോകുന്നതും അവൻ ശ്രദ്ധിച്ചു. എല്ലാവരും അവരുടെ സംഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെയുള്ളവരുടെയൊക്കെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അലക്സ് ഒന്ന് അനങ്ങിക്കൊണ്ട് ബാർ അറ്റൻഡറിൻ്റെ അടുത്തേക്ക് തിരികെയാണ്. എന്താ വേണ്ടത്? ഡ്രിങ്ക്സ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റാഫ് അലക്സിനോട് അയച്ച് ചോദിച്ചു. ഇവിടെയുള്ള ഏറ്റവും വില കൂടിയ വിസ്കി എനിക്ക് കൊണ്ടുവരൂ. അത്യധികം ലൗഡായിട്ടാണ് അലക്സ് ഇത് പറഞ്ഞത്. ആ സമയം ബാറിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അലക്സിനെ ഒന്ന് നോക്കി. ലാവണ്യയും ഇതേ സമയത്ത് തന്നെ അലക്സിനെ നോക്കി. കണ്ടാൽ പണക്കാരനാണ് എന്ന് തോന്നിക്കുന്ന സുന്ദരനായ ഒരു പുരുഷൻ വിലക്കൂടിയ ഒരു വിസ്കി അറ്റൻഡറോട് ചോദിക്കുന്നത് കണ്ടപ്പോൾ കൗതുകത്തോടു കൂടി തന്നെ ലാവണ്യ അയാളെ നോക്കി. ഇയാൾ കാണാനൊക്കെ കൊള്ളാം, ഇയാളെ കണ്ടിട്ട് ലുക്കുമുണ്ട്, പക്ഷേ ഇയാളെ ഇവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ലാവണ്യ മനസ്സിലിങ്ങനെ ഓരോന്നും പറഞ്ഞു. അലക്സ് നടന്നു വന്ന് ലാവണ്യക്കെതിരെയുള്ള ആ ഒരു സീറ്റിൽ അങ്ങ് വന്നിരുന്നു. അലക്സ് വിചാരിക്കുന്നത് ലാവണ്യ തൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമെന്നാണ്. ആ സമയത്ത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അലക്സിന് കുറച്ചൊരു നിരാശ തോന്നി. അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അലക്സ്. പക്ഷേ ലാവണ്യ അവളുടെ കയ്യിലുള്ള വിക്സി നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാണാൻ സുന്ദരനും പണക്കാരനുമാണെങ്കിലും അവനെ തന്നെ നോക്കാതിരിക്കാൻ ലാവണ്യക്ക് തോന്നിയില്ല. കയ്യിൽ കുറച്ച് ക്യാഷുള്ള ഏതോ ഒരുത്തൻ എന്ന് മാത്രമേ അവൾക്ക് വിചാരിച്ചുള്ളൂ. അവിടെ ഒന്നും മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ അവനെ അത്ര കാര്യം ശ്രദ്ധിക്കാനൊന്നും തന്നെ ലാവണ്യ പോയില്ല. അവനെ കൊണ്ട് തനിക്കൊന്നും നേടിയെടുക്കാനില്ലല്ലോ എന്ന് വിചാരിച്ച് അലക്സിനോട് വലിയ താല്പര്യമൊന്നും തന്നെ ലാവണ്യ കാണിച്ചില്ല. എങ്കിലും ബാഹ്യമായ സൗന്ദര്യം അത് ലാവണ്യ ആസ്വദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ അലക്സിനെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ തന്നെ നോക്കുന്നത് അലക്സും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ തന്നെ തുടർന്നാൽ ലാവണ്യ എഴുന്നേറ്റ് അവളുടെ പാട്ടിന് പോകുമെന്ന് അലക്സിന് മനസ്സിലായി. അവൾ പോകുന്നതിന് മുൻപേ തന്നെ അലക്സ് വിചാരിച്ചു, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന്. അവളെ ആകർഷിക്കാനും തൻ്റെ അടുത്തേക്ക് വരുത്താനും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ തലപുകഞ്ഞ് ആലോചിച്ചു. കുറച്ചു നേരത്തെ ചിന്തകൾക്കൊടുവിൽ അവൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് തെളിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. എന്താ സർ, എന്തെങ്കിലും വേണോ? ഈ വിസ്കി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ളതിൽ ഏറ്റവും വിലക്കൂടിയ ഷാംപോയിൽ ഏതാണോ ഉള്ളത് അതെനിക്ക് കൊണ്ടുവരൂ. ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് അലക്സ് സ്റ്റാഫിനോട് സംസാരിച്ചത്. ഇത്രയും വില കൂടിയ വിസ്കി കുടിച്ചിട്ട് ഇയാൾക്ക് ഇഷ്ടമായില്ല എന്ന അർത്ഥത്തിൽ മറ്റു ചിലർ അവനെ നോക്കി. താൻ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ലാവണ്യ ഉണ്ടോ എന്നാണ് അലക്സ് നോക്കിയത്. അവൻ്റെ ഊഹം പോലെ തന്നെ അവളും അലക്സ് എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സാറിനുണ്ടായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സർ. ആവശ്യപ്പെട്ട ഷാമ്പയിൻ ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. വിനയത്തോടുകൂടെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റാഫ് അവിടെ നിന്ന് പോയി. അലക്സ് അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവൻ്റെ സീറ്റിൽ തന്നെ ഇരുന്നു. ലാവണ്യ അവനെ നോക്കി. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ സ്റ്റാഫ് ഒരു ട്രേയിൽ അലക്സ് ആവശ്യപ്പെട്ട ആ ഒരു ഷാമ്പയിൻ കുപ്പിയും ഗ്ലാസും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അലക്സ് കോടീശ്വരനാണെന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റാഫ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ലാവണ്യ ഇത് കണ്ട് അവളുടെ കണ്ണ് മഞ്ഞളിച്ചു. ഇത്രയും വില കൂടിയ ഷാമ്പയിൻ ഇതുവരെ ലാവണ്യ രുചിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വ്യക്തി ആരാണെന്നറിയാൻ വേണ്ടി ലാവണ്യെക്കുറിച്ച് ആകാംക്ഷ വന്നു. വില കൂടിയ ഷർട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഇയാൾ ആരാണ്? അലക്സിൻ്റെ കാലിൽ കിടക്കുന്ന ഷൂ പോലും നല്ല വിലയുള്ളതാണ്. ലാവണ്യ ഓരോ കാര്യങ്ങളും നോക്കി അവനിൽ ആകൃഷ്ടനായി. ലാവണ്യ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അലക്സിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് തന്നെ അവനിൽ നിന്നും വരുന്നത് ഒരു സ്പ്രേയുടെ ഗന്ധമാണ്. സാധാരണക്കാരനല്ലെന്ന് അപ്പോൾ തന്നെ ലാവണ്യക്ക് മനസ്സിലായി. അലക്സ് ഒന്ന് പുഞ്ചിരിച്ചു ലാവണ്യയോടായിട്ട്. എന്നിട്ട് സംസാരിക്കാനായിട്ട് രണ്ടുപേരും തുനിഞ്ഞു. ഹലോ മിസ്റ്റർ. അവൻ്റെ പേര് എന്താണെന്ന് ലാവണ്യ അറിയുന്നില്ല. ഞാൻ ലാവണ്യ. അലക്സും തൻ്റെ പേര് പറഞ്ഞു. പക്ഷേ അലക്സ് എന്നല്ല പറഞ്ഞത്, മറ്റൊരു പേരാണ് പറഞ്ഞത്. അരുൺ എന്ന് പറഞ്ഞ ഒരു പേരാണ് കേട്ടോ അലക്സ് പറഞ്ഞിരിക്കുന്നത്. ലാവണ്യ അവനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അലക്സ് സാധാരണ മട്ടിൽ ചോദിച്ചു, അല്ല നിന്റെ പേരെന്താണ്? എൻ്റെ പേര് ലാവണ്യ. ഓ, നൈസ് ടു മീറ്റ് യു. അലക്സ് അവളെ ഒന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. ആ ആശംസ ലാവണ്യക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ടാക്കി. കൂടുതൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള താല്പര്യമൊക്കെ ഒരു മുഹൂർത്തത്തിൽ അങ്ങ് എത്തി. ലാവണ്യ അവനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സൗന്ദര്യത്തോടു കൂടിയാണ് അലക്സിന് മുന്നിൽ ഇരിക്കുന്നത്. അലക്സ് തൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയെന്ന് അവൾ വിചാരിച്ചു.
ഞാൻ കുറച്ച് വർഷങ്ങളായി US-ൽ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവാണ്. എൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടുത്തെ ബിസിനസ്സൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് വന്നതേയുള്ളൂ. ഇനിയുള്ള കാലം ഇവിടെയൊക്കെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നല്ലൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അലക്സ് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. ഓ, അത് കൊള്ളാലോ. എങ്ങനെയുള്ള കമ്പനിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാനൊക്കെ കഴിയും. ലാവണ്യ താല്പര്യത്തോടു കൂടെ തന്നെ അവനെ നോക്കി പറഞ്ഞു. എൻ്റെ സർക്കിളിലുള്ള പരിചയക്കാരോട് ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ച സമയത്ത് അവർ സഞ്ജയ് മുഖർജിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലാവണ്യക്ക് അയാളെ അറിയോ? അലക്സ് ചോദിച്ചു. ഒരു നിമിഷം സഞ്ജയുടെ പേര് കേട്ടപ്പോൾ ലാവണ്യയുടെ മുഖമങ്ങ് വല്ലാതായി. പെട്ടെന്ന് ലാവണ്യ അലക്സിൽ നിന്നും ഒരു മുഖമങ്ങ് മാറ്റിക്കളഞ്ഞു. ഇനി എന്തായിരിക്കും സംഭവിക്കുക? സഞ്ജയെക്കുറിച്ച് അലക്സ് ചോദിച്ചപ്പോൾ ലാവണ്യക്ക് ഭയമുണ്ടായോ? അലക്സിൻ്റെ കൂടെ ലാവണ്യ ചേർന്ന് സ്റ്റാർഡം മീഡിയ തകർക്കാനുള്ള ആ ഒരു പാതയിൽ ഉറച്ചു നിൽക്കുമോ? എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ നാളെ ഞാൻ ഇതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പ്രേമം സീരീസ് ഫസ്റ്റ് മുതൽ ഇടാവോ എന്നുള്ളത്. അത് ഞാൻ വേറൊരു ചാനലിലാക്കിയിട്ട് ഇടാം കേട്ടോ.